വെയർഹൗസ് എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമല്ല ലോജിസ്റ്റിക്സിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ കരിയർ പ്ലാൻ സെറ്റ് ചെയ്യലാണ്. കാരണം അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങളുടെ കരിയർ എവിടെ എത്തുന്നു എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ചാർട്ടായിട്ട് നിങ്ങൾക്ക് തരുവാണ്. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും വെയർഹൗസ് കോഴ്സുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇവർക്ക് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു വെയർഹൗസിലേക്ക് മാത്രമായിട്ട് ജോബ് ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കാരണം ലോകത്തിൽ നിരവധി വെയർഹൗസ് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് വെയർഹൗസിങ്ങിൽ മാത്രം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, അതിനേക്കാളിലൊക്കെ ഉപരി നമുക്ക് ഷിപ്പിംഗ് ലൈൻ കമ്പനികളുണ്ടാവും, ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനികളുണ്ടാവും, എയർ കാർഗോ, സീ കാർഗോ കമ്പനികളുണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളുണ്ടാവും, റിക്വയർമെൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് മാത്രമാണ് വെയർഹൗസ്. അപ്പോൾ വെയർഹൗസ് മാത്രമല്ല ലോജിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ജോലി കിട്ടുന്നത്. വെയർഹൗസിന് അപ്പുറത്തേക്ക് നമ്മൾ എല്ലാ ഏരിയയിലെയും ഉൾക്കൊള്ളിച്ചാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ബ്ലിക്സ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ ഈ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലേക്കും ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അപ്പുറത്തേക്ക് ഇത്രയധികം നിരവധി ഓപ്പർച്യൂണിറ്റികളുള്ള ഒരു കോഴ്സാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏത് ലോകരാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും ലോജിസ്റ്റിക്സ് ഇല്ലാതെ ഒന്നുമില്ല. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള വേക്കൻസി. അപ്പോൾ അത്രത്തോളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. ആ ഓപ്പർച്യൂണിറ്റികൾ എങ്ങനെ കിട്ടുന്നു എന്ന് നമ്മൾക്ക് കൃത്യമായിട്ടും അറിവ് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്കത് പൂർണ്ണമായി ഫുൾഫിൽ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കാണ് പഠിക്കാൻ വരുന്നത്. കൊച്ചിയിലേക്ക് പഠിക്കാൻ വരുമ്പോൾ ഇവർക്കെല്ലാം എന്താണ് ലോജിസ്റ്റിക്സ് പഠിക്കണം. പക്ഷേ ഈ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആര് പഠിപ്പിക്കണം? നമ്മൾ +2 കഴിഞ്ഞു ഡിഗ്രിക്ക് പോയി ചിലപ്പോൾ പലരുടെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പേര് ഇഷ്ടപ്പെട്ടിട്ട് അക്കൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ കരിയർ പ്ലാൻ സെറ്റ് ചെയ്യലാണ്. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മളൊരു ബിസിനസ് നമ്മുടെ കരിയർ പ്ലാൻ സെറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ലോജിസ്റ്റിക്സ് പഠിച്ചു 6 മാസം ആകട്ടെ, 1 ഇയർ പ്രോഗ്രാം ആകട്ടെ ചെയ്യട്ടെ. അത് പഠിക്കുന്ന കൂട്ടത്തിൽ ഇന്റേൺഷിപ്പ് നമുക്ക് കിട്ടണം. ഇന്റേൺഷിപ്പ് കിട്ടുന്ന കമ്പനികൾ എവിടെ ആവണം? അപ്പോൾ നമ്മൾ ബ്ലിക്സ് അക്കാഡമി എന്താണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളെല്ലാം വിളിക്കുന്നുണ്ടാവും, എനിക്ക് ലോജിസ്റ്റിക്സ് പഠിക്കണം, എനിക്ക് 6 മാസമാണ് പഠിക്കേണ്ടത്, എനിക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ വേണം. ഇതെല്ലാം എല്ലായിടത്തും അവൈലബിൾ ആണ്. അതിനപ്പുറത്തേക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു കരിയർ പ്ലാൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അഡ്മിഷൻ എടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു കരിയർ പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പ്ലാനിലൂടെ അവരെ ട്രെയിൻ ചെയ്യുവാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതുപോലെ ലാംഗ്വേജ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഒരു കമ്പനിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, നമ്മൾ എങ്ങനെ സെൽഫ് ഗ്രൂമിങ് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ജോലികളുണ്ട്, അങ്ങനെയുള്ള എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ട്രെയിനിങ്ങിലൂടെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങും എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളൊരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് വിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അവർക്ക് പറയാൻ പറ്റണം, ഞാൻ ലോജിസ്റ്റിക്സ് പഠിച്ചു. ആദ്യം ഒരു കോഴ്സിന് എൻക്വയറി ചെയ്യുമ്പോൾ കൃത്യമായ ഒരു കരിയർ പ്ലാൻ സെറ്റ് ചെയ്യണം. ആ കരിയർ പ്ലാൻ സെറ്റ് ചെയ്യാൻ നിങ്ങളെ ബ്ലിക്സ് അക്കാഡമി സഹായിക്കും. കാരണം അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങളുടെ കരിയർ എവിടെ എത്തുന്നു എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ചാർട്ടായിട്ട് നിങ്ങൾക്ക് തരുവാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുക, അതിനുശേഷം ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ്സ് ജോബിലേക്ക് എത്തി ആഫ്റ്റർ 1 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. സ്റ്റഡി അബ്രോഡ് പോകുന്നവരുണ്ടാവും, നിങ്ങൾ ഗൾഫിലേക്ക് പോകുന്നവരുണ്ടാവും, നാട്ടിൽ നിൽക്കാൻ താല്പര്യം ഉള്ളവരുണ്ടാവും, അപ്പോൾ നാട് വിട്ടു പോകാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ്. ആ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഈ ഒരു ജോബിലൂടെ പ്ലേസ്മെൻറ്റ് നേടാനും ജോലി നേടാനും സാധിക്കും. Blitz Academy, right choice for bright future.